പേര് അനസ്. രണ്ട് ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. എന്ന് പറഞ്ഞ തിന്മ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ശൈത്താന് അള്ളാഹു സൃഷ്ടിച്ചത് നമ്മളിലേക്ക് എത്തുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ അതൊരു തിന്മ തന്നെയല്ലേ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത് ചോദിക്കാനുള്ളത് വെച്ചാല് ഈ പ്രവാസികന്മാര് ഇപ്പോ തീവ്രവാദപര അങ്ങനത്തെ സംസാരിക്കുമ്പോൾ പറയലുണ്ട്, ന്യൂനപക്ഷമായ നമ്മള് അങ്ങോട്ട് ആക്രമിക്കുന്നത് എന്താണ് ആത്മഹത്യാപരമായ സമീപനാണ്. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെ ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇതൊക്കെ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള സംസാരം. ഒന്നാമത്തെ ശൈത്താനെ സൃഷ്ടിച്ചത് ശരിക്കും തിന്മല്ല. ശൈത്താനെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശൈത്താനെ പടച്ചവൻ സൃഷ്ടിച്ചതല്ല, ഷെയ്ത്താനായി തീർന്നു. പടച്ചവൻ സൃഷ്ടിച്ചത് ഒരു ജിന്നിനെയാണ്. ആ ജിന്നിന് മനുഷ്യനെ പോലെ തന്നെ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും പടച്ചവൻ അവസരം കൊടുത്തു. അത് സ്വാഭാവികമായും അത് വലിയ അഹങ്കാരിയായി തിന്മയിലെത്തി അത് ശൈത്താനായി മാറി. ഇവിടെ പടച്ചവൻ അവിടെ നന്മയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഇനി ശൈത്താനായി മാറിയതിന് പിന്നിൽ ഉള്ള നന്മ അത് നമുക്ക് ചിലപ്പോൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിലുള്ള നന്മ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പരലോകത്തെത്തിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഇവിടെ നിന്നെല്ലാം മനസ്സിലായിക്കൊള്ളുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം, അങ്ങനെയായില്ലെങ്കിൽ ഇങ്ങനെയാകും എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നാണ്. ഇത് അള്ളാഹുവിന്റെ ഇൽമും ഖുദ്റത്തുമെല്ലാമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പറയുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ശരി. ലൗ എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ സാമൂഹ്യ നവോത്ഥാനമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നമോ പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും എന്ന് പറയുന്ന നേർക്കുനേരെയുള്ള കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നേർക്കുനേരെയുള്ള കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന്, കത്തിയെടുത്ത് കുത്തിയാൽ അയാൾ മരിക്കും. ഇത് നേർക്കുനേരെയുള്ള കാര്യകാരണ ബന്ധമാണ്. ആ കത്തിയെടുത്ത് കുത്തിയാൽ രക്തം ഉണ്ടാകും, അയാൾ മരിക്കും എന്നുള്ളത് ഒരു നേർക്കുനേരെയുള്ള കാര്യമാണ്. ആ കുത്തിയാൽ മരിക്കും എന്ന് പറയാവുന്നതാണ്. എന്നാൽ ആ മരണം സംഭവിക്കുന്നത് ഈ കുത്തുന്നത് എല്ലാം പടച്ചവന്റെ രേഖയുടെ ഭാഗമാണ്, പടച്ചവന്റെ അറിവിന്റെ ഭാഗമാണ്. ഇത് വേറെ വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നമുക്ക് അപഗ്രഥിക്കാൻ സാധ്യമല്ല. കുത്തിയിട്ടില്ലെങ്കിൽ അയാൾ മരിക്കുമായിരുന്നില്ല എന്ന് കേവലമായി അയാളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു, അങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറയുന്നതിന് വിലക്കുണ്ടെങ്കിലും നേർക്കുനേരെ ആ കാര്യം മാത്രം വെച്ചുകൊണ്ട് ഈ കുത്തിയാൽ മരിക്കും എന്ന് പറയുന്നത് പോലെ